ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഗായ്സ് നമ്മളിന്ന് GTA 5 ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. പിന്നെ GTA 5 ഞാൻ വെറുതെ കളിച്ചു മാത്രമല്ല ഗായ്സ്, എനിക്കൊരു കമൻറ്റ് ഇനി ഒരു കമൻറ്റ് ഗായ്സിനോട് പറഞ്ഞിരുന്നു, എന്താണ് ബാങ്ക് ഒന്ന് റോബ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ ഗായ്സ് നമുക്ക് ഇതാ നമ്മുടെ അടുത്ത് ഇപ്പോൾ എത്ര പൈസ ഉണ്ട്, നമുക്ക് കുറച്ച് പൈസൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് വീഡിയോ കാണുന്ന വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗായ്സ് നമ്മൾ അന്നത്തെ പോലീസുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ അന്നത്തെ എന്താ പറയുക റോബിയാണ്, നമുക്ക് കമൻറ്റ് വന്നല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു ഫാനിന് വേണ്ടി കണ്ട് ഗായ്സ് നമുക്ക് ഇന്ന് റോബ് ചെയ്യാം. അപ്പോൾ ഗായ്സ് നമുക്ക് ആദ്യം ബാങ്കൊക്കെയാണ് പോകേണ്ടത്. ബാങ്ക് ഇപ്പോൾ അവിടെ കിടക്കുന്ന പറഞ്ഞാൽ അത് വേറെ റിസ്ക്കാണ് കാണാൻ. ഇവിടെയാണ് ഏകദേശം ബാങ്ക് എടുക്കുന്നത്, അല്ല പക്ഷെ അതിൻ്റെ അടുത്താണ്. അപ്പോൾ ഗായ്സ് ഇപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഗായ്സ് നമ്മൾ ഫ്രാങ്കലിൻ്റെ കാറൊക്കെ എടുത്തുകൊണ്ട് ഗായ്സ് നമ്മൾ പോവാണ്. ഫ്രാങ്കിൻ്റെ കാറാണ് ഗൈസ്. പിന്നെ ഗൈസ് ഞാനൊന്ന് GTA 5 കളിച്ചുമ്പോൾ ഞങ്ങൾക്കൊന്നൊരു 3 ടിപ്സ് പറഞ്ഞുതരാം. 3 ടിപ്സ് മാത്രമല്ല, ഒരു ചീട്ടാണ്. ഇപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ പോയിങ്ങണ്ട് ഗൈസ് നമ്മൾ ടൂളപ്പ് ഒന്ന് അടിച്ചു കൊടുത്താൽ ഗൈസ് നമുക്ക് വെപ്പൺ കിട്ടും. വെപ്പൺ കിട്ടി. പിന്നെ അതേപോലെ 3-2 ടിപ്സ് ആയിട്ടുണ്ട്. 3 ഉണ്ട്. പിന്നെ അതേപോലെ എൻ്റെ ഫ്രണ്ട് ഒന്ന് പറഞ്ഞതാണ് ടർട്ടൻ അടിച്ചെടുക്കാൻ. ഞാൻ ടർട്ടൻ അടിച്ചെടുക്കാണ് ഗൈസ്. അപ്പൊ മാക്സ് ഹെൽത്തും ആർമറായി. അപ്പൊ ഗൈസ് നമ്മളെ വണ്ടിയും ചെറുതായിട്ട് അവിടെ അടിച്ചില്ലാണ്. ഇപ്പൊ വണ്ടിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടാവും. അതേപോലെ ഒരു ചെടിക്കൂടി ഉണ്ട്, ഞാൻ വൈക്ക് പറഞ്ഞുതരാം ഗൈസ്. നമുക്കിപ്പോൾ ബാങ്ക് റോബ് ചെയ്യാൻ പോവാം. ഈ രാത്രി പോകണോണ്ട് പിന്നെ ഗൈസ് പിന്നെയും കുഴപ്പമില്ല, കാരണം രാത്രി ബാങ്കിൽ ആൾക്കാർ ഉണ്ടാവൽ കുറവാണ്. നമുക്ക് വേഗം പോവാം. പിന്നെ ഗൈസ് ഫ്രാങ്കൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രാങ്കലിന് ഏറ്റവും ഒരു പവറാണ് ഇത്. ഈ ഒരു പവർ, ഈ ഒരു സ്ലോ മോഷൻ പവർ ഇതൊക്കെ ഏറ്റവും ഇഷ്ടമാണ്. ഈ ഒരു GTA 5 കളിച്ചുമ്പോൾ ആ ഫ്രാങ്കലിനായിട്ട് അതാകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. ഇത് ആകെ ഫ്രാങ്കലിന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഗൈസ് അടിച്ചു ഇനി വേണമെങ്കിൽ മറ്റേ അടിച്ചെടുത്താൽ വണ്ടി നേരായിട്ടുണ്ടാവും. ഈ വണ്ടി മാറി തന്നില്ലല്ലോ. ഇനി ഗൈസ് എല്ലാവരും മാറിത്തരും. ഓണ്ടിച്ചും കണ്ടു പോകണം, അല്ലെങ്കിൽ മാറിത്തരൂല്ലോ ഉറപ്പാ. ഇപ്പോൾ ഗൈസ് മാറി തരുന്നുണ്ട്. ഇതാണ് ഓണോനോനോനടിച്ചു വേഗം പോവാ. രാത്രിയാണ്, രാവിലെ ആയി പിന്നെ എല്ലാവരും ബാങ്ക് വന്നിട്ടുണ്ടാവും. അതാണ് നമ്മൾ വേഗം പോണ്. ഇവിടെ അടുത്തെത്താനേക്കണു. ഫാസ്റ്റ് അല്ലെങ്കിൽ ഗൈസ് അവിടെ ഫാസ്റ്റാണ്. മതി വണ്ടിക്ക് ബ്രേക്ക് കുറവാണുള്ളൂ. വണ്ടിയുടെ മുന്നിൽ ഫ്രണ്ട് കുറച്ചും പോയിക്കോണം. ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഇതല്ല ബാങ്ക്, അതാണ് ബാങ്ക്. പക്ഷെ നമുക്കൊന്ന് വണ്ടി ഇവിടെ നിർത്താം. ഇതല്ല, നമുക്ക് വണ്ടി ഇവിടെ നിർത്താം. ചങ്ങയെ നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ ആരും കാണാണ്ട് പോകാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്കിൽ ആൾക്കാരില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾക്കൊന്ന് ബാങ്ക് ആണെന്ന് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ബാങ്ക്. നമ്മൾ ഈ ഒരു ബാങ്കിലാണ് ഗൈസ് നമ്മളിന്ന് റോബർ ചെയ്യാൻ പോണത്. ഇതാണ് ബാങ്ക് ഗൈസ്. ഇവിടെയാണ് അതിൻ്റെ എൻട്രി. നമുക്ക് പോവാം. ഇതാണ് ഞാൻ ഗൈസ് പറഞ്ഞത്. കുറേ തോക്കിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തോക്കിട്ട് ഇപ്പോൾ അടുത്താൽ എല്ലാവരും വണ്ടി പിന്നെ പോലീസ് വരുന്ന ആവശ്യമില്ല. അപ്പോൾ ഇതാവും ആരും കാണൂല ഗൈസ്. നമുക്ക് പോവാം. അപ്പോൾ ആരും ഉണ്ടാവില്ല, അതാണ് ഞാൻ പേടിച്ചാൽ. ഒന്നുകൂടി ഒരു പേടില്ല. രാവിലെ ആണെങ്കിൽ പിന്നെ മൊത്തം ആൾക്കാർ റോബി തന്നെ വെക്കില്ല. റോബി എന്നവരെ അറിഞ്ഞാൽ ഇതൊരു പൂട്ടിച്ചു ഗണ്ണെടുക്ക് വെച്ചു. മെല്ലെ പോവാ. അഥവാ സ്പീഡ് കൂടിയ പിന്നെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പിന്നെ ഗൈസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓല്ലോ ഇപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ പോലീസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചീട്ട് കോഡ്. ഇവിടെ ഗൈസ് ഞാൻ ഇപ്പോൾ ഈ അടിച്ചെടുക്കുന്ന ചീട്ട് കോഡ് നിങ്ങൾ അടിച്ചെടുത്താൽ മതി. ഏതൊരു പോലീസാണെങ്കിലും പോവും. തെറ്റി. ഇത് അടിച്ചെടുത്താൽ മതി ഗൈസ്. ഇപ്പോൾ പോലീസ് ഉണ്ടാവില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ചീട്ട് കോഡ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ലോക്കറിൻ്റെ അടുത്തെത്തി. ഇനി ലോക്കർ അത് തുറക്കാൻ വയ്ക്കൂല. അതാണ് ഗൈസ് ലോക്കർ. അപ്പോൾ ഗൈസ് എന്താ ചെയ്യുക, നമുക്ക് ഒരു സൈഡ് വെച്ചോ. ചിലപ്പോൾ ഇവിടെ തുറക്കാൻ വയ്ക്കും. അങ്ങനെ ലോക്കർ തുറന്നിട്ടി. എനിക്ക് നടക്കല്ലേ തുറക്കാണ്ട് പോകണം. തുറക്കില്ല. അങ്ങനെയാണ് ഗൈസ് നമ്മൾ ലോക്കർ വന്നു. അപ്പോൾ ഗൈസ് നമുക്ക് പൈസേൻ്റെ കാശില്ലേ. അപ്പോൾ
നമ്മുടെ അടുത്ത് ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് കുറച്ച് പൈസ റോബ് ചെയ്യണം. പൈസ ഒക്കെ റോബ് ചെയ്യട്ടെ. A few minutes later. അങ്ങനെ നമ്മള് പൈസ ഒക്കെ റോബ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി ഇവിടുന്ന് പോരാണ് അടുത്ത പണി. നമുക്ക് വേഗം പോവാം. അല്ലെങ്കിൽ ഗൈസ് ഞാൻ കുറച്ച് പൈസ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഈ പൈസ നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എല്ലാവരെയും കണ്ട് നമ്മൾ പിടിച്ചു ഉറപ്പാ. ഇത് കൂടി പോയാൽ ചിലപ്പോൾ ഈ ആൾക്കാർ കാണും. പൈസ നമുക്ക് ഇടക്കൂടി പോവാം. എല്ലാം ആരും കാണാൻ പറ്റില്ല. നമുക്കതിനെ കൊല്ലാം. കണ്ടിരിക്കും അതിനെ കൊണ്ടു. അതെ ചിലപ്പോൾ എൻ്റെ അച്ഛണ്ടാക്കിയാലോ. അവിടെ ആരുടെയെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ പറയാൻ ഉറപ്പില്ല. ഇത് ആരുടെയെങ്കിലും പറഞ്ഞു കൊടുക്കുമോന്നൊരു പേടി. കുറച്ചു മുതലേ കൊന്നുകൊണ്ട് പോവാം. ഇവരെയും മണ്ടുന്നത് കണ്ടുകൊണ്ടുണ്ട്. പോലീസ് കണ്ടു ഗൈസ്. പൈസ കിട്ടി. പൈസ നമുക്ക് വേഗം അടിച്ചെടുക്കാം. എന്താണ് ചീട്ട് വരട്ടെ. പോലീസ് പോയി. ഫ്രാങ്ക്ലിൻ നോക്കിക്കണ്ട് അടിച്ച് നാലത്തി അടിച്ചു പോയി. അയ്യോ ഓനെ വന്ന എന്നെ കൊല്ലണ്ട. ഇനി വരൂജ്. അത് ശരി, ഇന്ന് തല്ലാനാ കാര്യങ്ങൾജ്. പോലീസ് വന്നാലും കുഴപ്പമില്ല. ആംബുലൻസാന്ന് ഞാൻ വിചാരിച്ചു പോലീസാണെന്ന്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മള് ബാങ്ക് റോബറി ചെയ്തു. പക്ഷെ നമ്മള് വിചാരിച്ചത്ര പൈസ എടുത്തിട്ടില്ല. നമ്മൾ കുറച്ച് പൈസ ഗൈസ് നമ്മൾ എടുത്തിട്ടുള്ളൂ. എത്ര എടുത്തു പറഞ്ഞതോ, നമ്മളിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം ചെറിയൊരു പൈസേൻ്റെ ആവശ്യമുള്ള, അതുകൊണ്ട് നമുക്ക് കുറച്ചേ എടുത്തിട്ടുള്ളൂ ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബർ ഫൈൻ പറഞ്ഞ മെഷീൻ അങ്ങനെ ഫിനിഷായി. ഇനി ഗൈസ് നമുക്ക് വേറെ ഹൗസിൽ പോകണം. എന്നിട്ടാണ് ജോബല്ല, ഹൗസാണ്. ഗൈസ് നമുക്ക് ഫാസ്റ്റ് വരേക്ക് പോവാം. ഫാസ്റ്റ്. ഞാൻ പോലീസ് ഇറങ്ങുന്ന ടൈം ഉറപ്പാണ്. കാരണം നമ്മൾ ബാങ്ക് റോബറി ചെയ്ത് പോകണം. അതിൻ്റെ മുമ്പ് ഗൈസ് അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, ഞാനേ കണ്ടിട്ടില്ല. അതാണ് ആദ്യം തന്നെ പോലീസ് വന്ന് നമ്മൾ ചീട്ടെടുത്ത് കണ്ട് ലെവല് ഡൗൺ ആയാലും. പക്ഷെ കുറച്ച് ഞാൻ പോലീസ് അവിടെ എടുത്തിട്ടുണ്ടോ ഉറപ്പാണ്. ഞാൻ അതാണ് ഫാസ്റ്റ് പൈസ എടുത്തുകൊണ്ട് പോകുന്നത്. ഞാൻ ഉദ്ദേശിച്ച അത്ര എടുത്തിട്ടൊന്നുമില്ല ഗൈസ്, നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്. മൂന്നാമത്തെ ചീട്ട് ലാവിയറപ്പ് ഇറങ്ങാണ്ട് ലോവറിപ്പ് എന്തോ ഒരു പേരാണ് അതിന്. ഗൈസ് ഒക്കെ വേഗം പോവാം. സ്ലോ മോഷൻ ഉണ്ടായാലും പിന്നെ കുഴപ്പമില്ല. ഏതാൾക്കാരാണെങ്കിലും വേറെ രക്ഷപ്പെടും. സ്ലോ മോഷൻ ആർക്കും ഗൈസ് നമുക്ക് വേഗം പോവാം നമ്മളെ ഹൗസിക്ക്. പോലീസുകാർ ചിലപ്പോൾ കാണാൻ പോകണം. അവരൊക്കെ ബാങ്കിനെ കണ്ടാൽ പോവുക. കാരണം റോബറി നടത്തിക്കുന്നല്ലേ ഞാൻ. മോനോ അയ്യോ എൻ്റെ ഗൈസ് നമുക്ക് ജീവല്ല. ജസ്റ്റ് മിസ് അല്ലെങ്കിൽ ഇപ്പോൾ ചത്തിന്നു. വണ്ടി പോകീന്നു. ഗൈസ് നമുക്ക് വേഗം ടർട്ടലടിച്ചെടുക്കാം. എല്ലാ വണ്ടിയും കുഴപ്പമില്ലാവും. ടർട്ടൽ ഇപ്പോൾ കുഴപ്പമില്ല ഗൈസ്. വേഗം പോവാ. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഗൈസ് പോലീസ് ഉണ്ടെന്ന്. പോലീസ് ഉണ്ടാവും. കാരണം നമ്മളിപ്പോൾ അവിടെ റോബറി ചെയ്ത് വന്നതല്ലേ. അപ്പം എന്തായാലും അവിടെ പോലീസ് ചെക്ക് ഉണ്ടാവും. അതിലിടക്ക് ഇങ്ങോട്ട് വരും. ശമ്പളം ഒന്നും അറിയാണ്ട് എങ്ങനെ പോവാണ് ഗൈസ്. നമ്മളെ ഹൗസ് ഇതല്ലേ. വണ്ടി ഇട്ടാ മാറി വണ്ടി ഇവിടെ കൊടുത്ത ഗൈസ്. അപ്പം അങ്ങനെ ഗൈസ് നമ്മൾ ബാങ്ക് റോബറി ചെയ്ത് കഴിഞ്ഞു. ചങ്ങായിമാരും നമുക്കൊക്കെ എന്താണ് അപ്പോൾ ഗൈസ് അങ്ങനെ ബാങ്ക് റോബറിയാലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പോലീസിൻ്റെ സൗണ്ടേ കണ്ട്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇന്ത്യൻ ബൈക്കും മറ്റേൻ്റെ ഒക്കെ പാർട്ട് 2 നാളെ വരുന്ന കാര്യം. എന്നാൽ ബൈ.